നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. സാലിഗാവിലെ ഇരട്ടക്കൊലപാതകം, പ്രതി ഒളിവിൽ. സാലിഗാവിലെ മുഡോവാഡയിലെ വാടക വീട്ടിലാണ് സംഭവം. രാഷ്ട്രീയക്കാരനും വ്യവസായിയുമായ ട്രാജൻ ഡിമെല്ലോയുടെ മകൻ റിച്ചാർഡ് ഡിമെല്ലോയും ഇൻഡോർ മധ്യപ്രദേശ് സ്വദേശി അഭിഷേക് ഗുപ്തയുമാണ് കൊല്ലപ്പെട്ടത്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചാണ് അതിക്രൂരമായി ഇവരെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഡിമെല്ലോ വീട് വാടകയ്ക്കെടുത്തതാണെന്നും വീട്ടുടമസ്ഥൻ സമീപത്ത് തന്നെയാണ് താമസിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വാടക സംബന്ധിച്ച് ഡിമെല്ലോയെ വിളിച്ചപ്പോൾ പ്രതികരണമില്ലാത്തതിനാൽ വീട്ടുടമസ്ഥൻ നേരിട്ടെത്തി. വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നതിനാൽ ജനലിലൂടെ നോക്കിയപ്പോൾ 2 മൃതദേഹങ്ങൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് ഞെട്ടിയ വീട്ടുടമസ്ഥൻ സാലിഗാവ് പോലീസിൽ വിവരമറിയിച്ചു. അഭിഷേക് ഗുപ്തയുടെ റൂംമേറ്റാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് സംശയിക്കുന്നു. ഇയാൾ നിലവിൽ ഒളിവിലാണ്. കൊലപാതകത്തിന് ശേഷം റിച്ചാർഡിന്റെ സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതി തിവിമിൽ സ്കൂട്ടർ ഉപേക്ഷിച്ച് ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടതായി സൂചനയുണ്ട്. കൊലപാതകത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. 2 മൃതദേഹങ്ങളും രക്തത്തിൽ കുളിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഗോവ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. മോർജിമിലെ മുതിർന്ന പൗരന്റെ മരണത്തിൽ ഫോറൻസിക് റിപ്പോർട്ട് കൊലപാതക സാധ്യത സൂചിപ്പിക്കുന്നു. മോർജിമിൽ 63-കാരനായ ഉമാകാന്ത് ഘോട്ടിന്റെ മരണം കൂടുതൽ ദുരൂഹതയിലേക്ക്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരിച്ചയാളുടെ മുഖത്ത് 1-ലധികം മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് യാദൃച്ഛികമായ വീഴ്ച മൂലമുണ്ടായതല്ലെന്ന് സൂചന നൽകുന്നു. റിട്ടയർ ചെയ്ത മൊർമുഗാവ് പോർട്ട് ട്രസ്റ്റ് ജീവനക്കാരനായിരുന്ന ഘോട്ട് വർച്ചവാഡയിൽ ലളിതമായ ജീവിതം നയിക്കുകയായിരുന്നു. എന്നാൽ സമീപകാലത്ത് ഭൂമി തർക്കം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. 13,000 ചതുരശ്ര മീറ്റർ വരുന്ന സമീപ ഭൂമി പുറത്തുനിന്നുള്ളവർക്ക് വിറ്റതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. പുതിയ ഉടമ ഘോട്ടിന്റെ ഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചു. ഇതിനെതിരെ 6 മാസം മുൻപ് ഘോട്ട് പരാതി നൽകിയിരുന്നു. ബുധനാഴ്ച രാവിലെ 11:30 ഭൂമിയിലേക്ക് പോയ ഘോട്ടിനെ പിന്നീട് കാണാതായി. ഉച്ചയ്ക്ക് 1:30 തലാത്തി SM സഖൽക്കർ എത്തിയപ്പോൾ പുതിയ റോഡരികിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ 64% ഫോമുകൾ വിതരണം ചെയ്തു. ഗോവയിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഡ്രൈവ് വൻ വിജയമായി മാറുന്നു. ഡ്രൈവ് ആരംഭിച്ച 3 ദിവസത്തിനുള്ളിൽ തന്നെ 64% ഫോമുകൾ വിതരണം ചെയ്യാൻ അധികൃതർക്ക് കഴിഞ്ഞു. 23 വർഷത്തിന് ശേഷമുള്ള ഈ വോട്ടർ ലിസ്റ്റ് പുതുക്കൽ പ്രവർത്തനം നവംബർ 4-നാണ് ആരംഭിച്ചത്. എല്ലാ മതേതര വോട്ടർമാരെയും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഈ പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയാണ്. സൗത്ത് ജില്ലാ ആശുപത്രി 2027 പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കുമെന്ന് റാണെ. സൗത്ത് ഗോവ ജില്ലാ ആശുപത്രിയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് 2027 അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ ഉറപ്പു നൽകി. നിലവിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശിവജി ഡിജിറ്റൽ മ്യൂസിയത്തിന് ടെൻഡർ ക്ഷണിച്ചു. ഫർമഗുഡിയിലെ ഛത്രപതി ശിവജി മഹാരാജ് ഡിജിറ്റൽ മ്യൂസിയം സ്ഥാപിക്കുന്നതിനായി ഗോവ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ആധുനിക മ്യൂസിയത്തിൽ 3D, 4D അനിമേഷൻ, ഹോളോഗ്രാം, AR, VR, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. ബീഹാർ തിരഞ്ഞെടുപ്പ് 1-ാം ഘട്ടത്തിൽ 65% വോട്ടിംഗ്. ബീഹാറിൽ നടന്ന 1-ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ 3.75 കോടി വോട്ടർമാരിൽ ഏകദേശം 65% പോളിംഗ് രേഖപ്പെടുത്തി. ഈ വോട്ടിംഗ് ശതമാനം ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് സുഗമവും സുരക്ഷിതവുമായി നടക്കുന്നുവെന്ന് അധികൃതർ റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതി എഞ്ചിനീയർ SIR ഡ്യൂട്ടി ഒഴിവാക്കിയതിന് പോലീസ് കസ്റ്റഡിയിൽ. നോർത്ത് ഗോവയുടെ വൈദ്യുതി വിതരണം നിയന്ത്രിക്കുന്ന സബ്സ്റ്റേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്വപ്നിൽ വൽവാക്കറെ SIR ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്നതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗ്യാങ് ആക്രമണം വർദ്ധിക്കുന്നതിനാൽ ഗോവയിൽ NSA പ്രഖ്യാപിച്ചു. സ്ട്രീറ്റ് ആക്രമണവും ഗ്യാങ് സംഘർഷവും വർദ്ധിക്കുന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് 3 മാസത്തേക്ക് നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നടപടി സാധ്യമായ അക്രമങ്ങൾ തടയാനും പൊതുവിധേയത്വം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഈ നിയമത്തിന് കീഴിൽ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് ആവശ്യമെങ്കിൽ പ്രതിരോധ അറസ്റ്റ് നടത്താനുള്ള അധികാരമുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.